വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം തുടരുന്നതിനിടെ ചെറുനാരങ്ങ വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും ഉൽപാദനക്കുറവും കിലോയ്ക്ക് 250 രൂപ വരെ കടക്കാൻ കാരണമായി. കേരളത്തിൽ ദിനം പ്രതി ചൂട് വർദ്ധിക്കുമ്പോൾ ദാഹശമനത്തിനായുള്ള പ്രധാന ആശ്രയമായ ചെറുനാരങ്ങയുടെ വില റെക്കോർഡിലേക്ക്. 1.5 മാസത്തിനിടെ കിലോയ്ക്ക് 130 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഫെബ്രുവരിയിൽ 70 രൂപയായിരുന്ന വില നിലവിൽ ചില്ലറ വിപണിയിൽ 250 രൂപ വരെ എത്തി നിൽക്കുന്നു. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും നാരങ്ങ എത്തുന്നത്. അവിടെ അനുഭവപ്പെടുന്ന രൂക്ഷമായ ചൂടും ജലക്ഷാമവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും ലഭ്യത കുറയാൻ കാരണമായതായി തിരുവല്ലോമല RKY വെജിറ്റബിൾസിലെ വ്യാപാരികളായ റിവിൻ, അജിത് കുമാർ എന്നിവർ പറഞ്ഞു. ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയുന്നത് 160, 180 വരെ എത്തിയായിരുന്ന സാധനം ഇപ്പോൾ 260, 240 അങ്ങനെയുള്ള റേഞ്ചിൽ വരികയാണ്. ഇതിലിപ്പോൾ 300 വരെ എത്തുന്ന പറയുന്നത്. ചെറുനാരങ്ങ വെച്ചാൽ ഞങ്ങൾ തലേദിവസം തന്നെ ചാക്ക്, ഒരു ചാക്ക് 2 ചാക്കൊക്കെ പറഞ്ഞാൽ തന്നെ 10 കിലോ 20 കിലോ വരെ കയറുന്നു. അതിലൂടെ കുറഞ്ഞാൽ പകുതി ഡാമേജ് ആയിരിക്കും, പകുതി മുഴുവൻ മുക്കാൻ പറ്റുന്നില്ല. ഇവിടെ പച്ചയായിരിക്കും, ഇവിടെ കേടായിരിക്കും. എന്നാൽ തന്നെ ഇവിടെ ചെറുനാരങ്ങയ്ക്കാണ് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം. വെള്ളം ചൂട് കൂടുന്നത്, വെള്ളത്തിൻ്റെ ടൈറ്റും വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരപ്പോൾ ചെറുനാരങ്ങ ഉപയോഗം കൂടിയിരിക്കുകയാണ്. പിന്നിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ബിസിനസ്സിൽ കൂടുതലിപ്പോൾ ചെറുനാരങ്ങയാണ് ചിലവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പൊതുവെ ഇനി വരും ദിവസങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. പൊതുവെയുള്ള ഗവൺമെൻറ് മറ്റുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ചൂട് കൂടുതലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ലയിലൊക്കെ താപനില കൂടുതലാണെന്ന് പറയുന്നത്. ഇപ്പോൾ 42, 43 വരെ അടുത്താരായിരുന്നു വരുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ ചെറുനാരങ്ങയിലാണ്ടപ്പോൾ നമ്മളിപ്പോൾ തണുത്ത പാനീയങ്ങളും ഉപയോഗിക്കണമെന്നാണ് അതിൽ പറഞ്ഞത്. ആ രീതി നോക്കുമ്പോൾ ചെറുനാരങ്ങയ്ക്ക് ഇനി വില കൂടാൻ സാധ്യതയുണ്ട്. ലഭ്യത ഇനിയും കുറഞ്ഞാൽ വില 300 കടക്കാനാണ് സാധ്യത. നാരങ്ങ വെള്ളത്തിനും സോഡയ്ക്കും പലയിടങ്ങളിലും വില ഉയർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ചൂട് ശമിച്ചില്ലെങ്കിൽ വിപണിയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ഇപ്പോൾ ഈ സമയം ചൂട് ഭയങ്കര കൂടുതലാണല്ലോ. ഇപ്പോൾ നമ്മുടെ അടുത്തായിട്ട് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ വെള്ളദാഹം അതിനനുസരിച്ച് നല്ല കൂടുതലുമാണ്. ഇപ്പോൾ വെള്ളദാഹം എന്ന് പറയുമ്പോൾ സാധാ വെള്ളം, അതുപോലെ നാരങ്ങ വെള്ളം എല്ലാം കൂടുതലാണ്. ഇപ്പോൾ നാരങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിട്ടാനുമില്ല, അതേപോലെ നല്ല വിലയുമാണ് കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു 100-150 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം 200-250 വരെ എത്തിയിട്ടുണ്ട്. ഈ വരുന്ന നാരങ്ങ ഏകദേശം ഡാമേജും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നാരങ്ങ അതേ റേറ്റ് കൂടുന്നുമുണ്ട്, കിട്ടാനുമില്ല. ഭയങ്കര ക്ഷാമമാണ്, ഭയങ്കര വെള്ളദാഹം, അങ്ങനെ കുറേ കാരണങ്ങളാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്തായിരുന്നു ഈ കിലോന് വില? കഴിഞ്ഞ 150 വരെ നമുക്ക് ഈ ടൈം പോയിട്ടുണ്ട്. 150, മാക്സിമം 200. പക്ഷേ ഈ കൊല്ലം ഇപ്പം തന്നെ 250 എത്തിയിട്ടുണ്ട്. ഇനി വരാൻ കിടക്കുന്ന സാധനം കിട്ടാനില്ല, അതിനിപ്പോൾ ക്ഷാമമാണ്. ഒരു 200-300 വരെ എത്തും തോന്നുന്നു. എവിടെ നിന്ന് നിങ്ങൾ നാരങ്ങ കൊണ്ടുവരുന്നത്? ടോട്ടൽ പാലക്കാട് മാർക്കറ്റിൽ നിന്നാണ് സാധനം വെക്കുന്നത്. അപ്പോൾ ഇന്നലെ വിലക്കാനാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. നാരങ്ങ ഷോർട്ടേജ്, കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് കിട്ടുന്നതും വളരെ ഡാമേജ് ആയിട്ടാണ് കൂടുതൽ വരുന്നത്. ന്യൂസ് ഡെസ്ക് CCV.